ഇന്നൊരു കുട്ടി ഷോപ്പിംഗ് വീഡിയോ ആണ് കേട്ടോ. നമ്മുടെ പ്ലൂട്ടോ ബേബിക്ക് വേണ്ടിയിട്ടുള്ള ഷോപ്പിംഗ് ആണ് കേട്ടോ. അവനിപ്പോൾ 2 months ആയി. ഈ 2 months ആവുന്നത് വരെയും ഞാൻ അവന് ചിക്കൻ, മീൻ അങ്ങനെയുള്ള ഐറ്റംസ് ഒന്നും കൊടുക്കത്തില്ലായിരുന്നു കേട്ടോ. അപ്പോൾ ഇനി അങ്ങോട്ട് ചിക്കനൊക്കെ കൊടുത്ത് തുടങ്ങാമല്ലോ എന്ന് കരുതി. എന്തായാലും അവൻ ഇഷ്ടമാവുമെന്ന് വിശ്വസിക്കുകയാണ്. അപ്പോൾ കുറച്ച് ചിക്കനും ലിവറും കൂടി കുറച്ച് വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ലിവർ ഞാൻ വിചാരിച്ച ഭയങ്കര പൈസയാവുമെന്നാണ്, പക്ഷേ അത്ര വിലയൊന്നും ആയില്ല. ഒരു 80-85 രൂപ അത്രയൊക്കെ ആയിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. അത് കഴിഞ്ഞിട്ട് നേരെ ജിയോ ബസാറിലോട്ടാണ് വന്നത്. ഇവിടെ നിന്നാണ് പ്ലൂട്ടോയ്ക്ക് ഞങ്ങൾ കേട് കാര്യങ്ങളൊക്കെ വാങ്ങുന്നത്. സ്ഥിരമായിട്ടല്ല, അതായത് ഞങ്ങൾക്ക് ഇവന് വേണ്ടിയിട്ട് പപ്പി ഷോപ്പിൽ പോകണമായിരുന്നു കുറച്ച് സാധനങ്ങൾ മേടിക്കാനായിട്ട്. അപ്പോൾ ഇവിടെ നിന്ന് പോകുന്നതാണ് എളുപ്പം. പോകുന്ന വഴിക്ക് ഇവിടെ കയറി അവന് വേണ്ടുന്ന സാധനങ്ങൾ വാങ്ങുന്നതാണ് കേട്ടോ എളുപ്പം. അപ്പോൾ ഞാൻ അവന് കൊടുക്കുന്ന കേട് ഈ ബ്രാൻഡാണ്, ക്രിംബറിയുടെ ബ്രാൻഡാണ്. കുഴപ്പമില്ല, അവന് അത് ഇഷ്ടമാണ്. അതുകൊണ്ട് ഞാൻ ഇത് തന്നെയാണ് അവന് കേട് കൊടുത്തു തുടങ്ങിയ ആ ടൈം തൊട്ടേ ഞാൻ ഈ ഒരു ബ്രാൻഡ് തന്നെയാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. പിന്നെ ചുമ്മാ ഒന്ന് മേളിലൊക്കെ കയറിയിട്ട് സാധനങ്ങളൊക്കെ നോക്കാമല്ലോ എന്ന് കരുതി. പിന്നെ സോപ്പിൻ്റെ സെക്ഷനിലോട്ട് പോയപ്പോഴത്തേക്കും അവിടെ ജോൺസൺസ് ബേബി കണ്ടായിരുന്നേ. അപ്പം ഞാൻ പറഞ്ഞു, എനിക്കൊരു ജോൺസൺസ് ബേബി സോപ്പ് എടുക്കാം. അപ്പം നിതീഷ് ചോദിച്ചു, എന്താ നീ കുഞ്ഞു കുട്ടിയാണോ, അതൊന്നും വേണ്ടാന്ന് പറഞ്ഞു. പിന്നെ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്നത് പിയേഴ്സാണ്. പിന്നെ ഞാൻ പിയേഴ്സാണ് കേട്ടോ എടുത്തത്. വേറെ സോപ്പൊക്കെ മാറി യൂസ് ചെയ്യാൻ ഭയങ്കര പേടിയാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ സ്കിന്നെന്ന് പറയുന്നത് ഭയങ്കര ഡ്രൈ ആൻഡ് സെൻസിറ്റീവ് സ്കിന്നാണ്. അപ്പോൾ വേറെ ഏതെങ്കിലും സോപ്പ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങാണ്ടെങ്ങാനും വല്ല പ്രശ്നം വന്നു കഴിഞ്ഞാൽ പിന്നെ ഹോസ്പിറ്റലിൽ കയറി ഇറങ്ങാൻ എന്നെ കൊണ്ട് വയ്യ. പിന്നെ ബില്ല് ചെയ്യാനായിട്ട് നിന്നായിരുന്നു. അവിടെ നിന്നപ്പോഴത്തേക്കും എനിക്ക് സിപ്പപ്പ് കണ്ടപ്പോഴത്തേക്കും വാങ്ങാനൊരു ആഗ്രഹം തോന്നിയിട്ട് സിപ്പപ്പ് വാങ്ങി. പണ്ട് നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുമ്പോഴത്തേക്കും സ്കൂൾ വിട്ട് വരുന്ന വഴിക്ക് കടയിൽ നിന്നൊക്കെ സിപ്പപ്പൊക്കെ വാങ്ങി സിപ്പപ്പ് കുടിച്ചിങ്ങനെ വരില്ലേ, ആ ഒരു ഓർമ്മയായിരുന്നു കേട്ടോ എനിക്ക്. അതല്ലെങ്കിലും അങ്ങനെയാണല്ലോ അല്ലേ, എന്തെങ്കിലും ചില കാര്യങ്ങളൊക്കെ കാണുമ്പോഴത്തേക്കും നമുക്കൊരു നൊക്ലാജിയ ഫീൽ ചെയ്യുമല്ലോ അല്ലേ. പിന്നെ അവിടെ ഇവിടെ ഒന്നും ഇങ്ങനെ കറങ്ങി തിരിഞ്ഞൊന്നും നിന്നില്ല. നേരെ ഇനി പ്ലൂട്ടോ ബേബിക്ക് സാധനങ്ങൾ വാങ്ങണമല്ലോ എന്ന് കരുതിയിട്ട് അവിടെ നിന്ന് ഓടിച്ചാടി അങ്ങ് ഇറങ്ങി കേട്ടോ. പിന്നെ എനിക്ക് വീട്ടിൽ കൊണ്ടുപോയി സിപ്പപ്പ് കഴിക്കാനുള്ള സാവകാശം ഇല്ലാത്തതുകൊണ്ട് വഴിനീളം ഇങ്ങനെ സിപ്പപ്പ് കുടിച്ചു വന്നത്. പിന്നെ അവിടെ നിന്ന് നേരെ പപ്പി ഷോപ്പിലോട്ട് പോയി പ്ലൂട്ടോ ബേബിക്ക് ഒരു ച്യൂവബിൾ ടോയും അവന് ഫിഷ് ഓയിലും വാങ്ങിയേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ടാറ്റാ, ബൈ.